വർക്കൗട്ട് ചെയ്യുന്ന മിക്ക ആൾക്കാർക്കുള്ള ഒരു കോമൺ കൺഫ്യൂഷനാണ് കാർഡിയോ വർക്കൗട്ടിന് മുന്നേ ആണോ ചെയ്യേണ്ടത് അതോ വർക്കൗട്ടിന് ശേഷമാണോ ചെയ്യേണ്ടതുള്ളത്. ശരിക്കും റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടൈമിലും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ട് ഡ്രോബാക്കും ഉണ്ട്. പക്ഷെ നമ്മളിന്ന് സ്പെസിഫിക്കലി ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ സൊല്യൂഷനാണ്, കാർഡിയോ എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ഫസ്റ്റ്, വർക്കൗട്ടിന് മുന്നേ ആണ് കാർഡിയോ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ മെയിൻ വർക്കൗട്ടിൻ്റെ വാമപ്പ് റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഒരു 4 to 5 minutes കാർഡിയോ ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യലാണ്. മെയിൻലി രണ്ട് റീസൺ. ഒന്ന്, ഒരു എഫക്റ്റീവ് വർക്കൗട്ടിന് വേണ്ടി നിങ്ങളുടെ ബോഡി അത് പ്രിപ്പയർ ചെയ്യും. സെക്കൻഡ് എന്ന് പറയുന്നത്, വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ ഒരു പരിധി വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. വർക്കൗട്ടിന് മുന്നേ നമ്മൾ കാർഡിയോ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ബ്ലഡ് ഫ്ലോ, അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഇത് മൂന്നും സേഫ് ആയിട്ടും ഗ്രാജുവൽ ആയിട്ടും ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മസിൽസിലോട്ടും ജോയിൻസിലോട്ടും ഉള്ള ഓക്സിജന്റെയും എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഏതൊരു ടൈപ്പ് വർക്കൗട്ട് ചെയ്യാനും റെഡി ആയിരിക്കും. ഇഞ്ചുറി പ്രിവെൻഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ, നമ്മൾ കാർഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിൻസിലോട്ടും മസിൽസിലോട്ടും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജോയിൻസും മസിൽസും കുറച്ചുകൂടെ കൂടുതൽ ഫ്ലെക്സിബിൾ ആവുക, സ്റ്റിഫ്നെസ് കുറയുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോപ്പർലി വാംഡപ്പ് ആയ ഒരു മസിലോ ജോയിൻറ്റോ ഇഞ്ചർ ആവാനുള്ള ചാൻസസ് വളരെയധികം കുറയും. ഇനി എന്തുകൊണ്ട് സ്പെസിഫിക്കലി 4 to 5 minutes കാർഡിയോ എന്ന് പറയുന്ന കാരണം, നമ്മൾ അതിനേക്കാൾ കൂടുതൽ പ്രൊലോങ്ഡ് കാർഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയാണോ വർക്കൗട്ടിന് മുന്നേ കാർഡിയോ ചെയ്യുന്നത് ആ ബെനിഫിറ്റ്സ് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കാരണം നമ്മൾ പ്രൊലോങ്ഡ് കാർഡിയോ ചെയ്യുമ്പോൾ അത് നമ്മുടെ മെയിൻ വർക്കൗട്ടിന് ആവശ്യമായിട്ടുള്ള എനർജി സ്റ്റോറുകളെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പം നമുക്ക് പ്രോപ്പറായിട്ടൊരു വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസസും കൂടും. ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും ആ പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസും ഉണ്ട്, അതുപോലെ തന്നെ ആ പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് ചെയ്യുമ്പം ഈ ജോയിൻസിനെ സ്റ്റേബിളായിട്ട് ഹോൾഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റെബിലൈസർ മസിൽസും ഉണ്ട്. അപ്പം നമ്മൾ വർക്കൗട്ടിന് മുന്നേ ഒരുപാട് കാർഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ മസിൽസിനെ മാത്രമല്ല ടയർഡാക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ടിങ് മസിൽസിനെ നമ്മൾ ഫെറ്റീഗ് ആക്കി വെക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഷോൾഡർ പ്രസ് ചെയ്യാൻ എടുക്കാം. ഷോൾഡർ പ്രസ് ചെയ്യാൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെൽറ്റോയിഡ് മസിൽസ് ആണെങ്കിലും ഈ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും സ്റ്റെബിലൈസ് ചെയ്യുന്നതായിട്ടുള്ള വേറെ മസിൽസ് ഉണ്ട്. നമ്മുടെ ട്രപ്പീസിയസ്, നമ്മുടെ റൊട്ടേറ്റർ കർവ്, നമ്മുടെ സൊറാറ്റസ് ആൻറ്റീരിയർ, ഇങ്ങനെയുള്ള മസിൽസ്. അപ്പം മെയിൻ എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റെബിലൈസിങ് മസിൽസിനെ ഫെറ്റീഗ് ആക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വെയിറ്റോ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിൻസ് അൺസ്റ്റേബിൾ ആവുകയും കൂടുതൽ സ്ട്രെയിനും സ്ട്രെസ്സും നമ്മുടെ ജോയിൻറ്റിലും മസിൽസിലും വരെയും അവിടെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുകയും ചെയ്യും. ഇനി നിങ്ങൾ കാർഡിയോ വർക്കൗട്ടിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 15 to 20 minutes ലോ ഇൻറ്റൻസിറ്റി കാർഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഒന്ന്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അതിനെ സേഫ് ആയിട്ടും ഗ്രാജുവൽ ആയിട്ടും തിരിച്ച് നോർമൽ കണ്ടീഷനിൽ കൊണ്ടുവരാൻ കാർഡിയോ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ കാർഡിയോ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ ബ്ലഡ് സർക്കുലേഷൻ അത് നമ്മുടെ മസിൽസിൻ്റെ റിക്കവറിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും എസെൻഷ്യൽ ന്യൂട്രിയൻസും ഇതെല്ലാം സപ്ലൈ ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ മസിൽ സോർനെസ് ഒരു പരിധി വരെ കുറയാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മസിലിൻ്റെ റിക്കവറി സ്പീഡപ്പ് ആവും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ കാർഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ അത് നമ്മുടെ മസിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് അതിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി 15 to 20 minutes ഓഫ് കാർഡിയോ ആഫ്റ്റർ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മെയിൻ വർക്കൗട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ വിറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നേരം വർക്കൗട്ടിന് ശേഷം കാർഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഇനി നിങ്ങളുടെ എയിം ഇതൊന്നുമല്ല, നിങ്ങളുടെ ഹാർട്ടിൻ്റെ ലങ്സിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ഔട്ട്പുട്ട് ഇതെല്ലാം ഇൻക്രീസ് ചെയ്യണം, അതിനുവേണ്ടി ചലഞ്ചിങ് ആയിട്ടുള്ള കാർഡിയോ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ഡേ കാർഡിയോയ്ക്ക് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി.